പ്രതിപക്ഷത്തിൻ്റെ ഉയിർപ്പിനെ, പ്രതിപക്ഷത്തിൻ്റെ തിരിച്ചുവരവിനെ ഭയന്നുകൊണ്ടാണ് നരേന്ദ്രമോദി ആദായ നികുതി വകുപ്പ് ഉൾപ്പെടെ ED ഉൾപ്പെടെ എല്ലാ കേന്ദ്ര ഏജൻസികളെയും തങ്ങളുടെ ഗുണ്ടാപ്പണിക്ക് കയറൂരി വിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ എൻ്റെ സുഹൃത്ത് ജോർജ് കുര്യൻ ഒരു സ്വാഭാവികമായ ആദായ നികുതി വകുപ്പിൻ്റെ നടപടി മാത്രമാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ, ഇപ്പോഴത്തെ കേസുകൾ എന്നാണ് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എന്താണ്? ജനാധിപത്യ പ്രക്രിയയിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുക എന്നാണ് BJPയുടെ രാഷ്ട്രീയം. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി രൂപം കൊള്ളുകയും BJP ഇതരമായിട്ടുള്ള മതനിരപേക്ഷ കക്ഷികളുടെ വോട്ടുകൾ ഏകീകരിക്കും. ഇപ്പോൾ എന്താണ്, 63 സീറ്റ് UP യിലുണ്ട്. അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ ഒന്നിക്കുമ്പോൾ ആ 63 സീറ്റ് BJPക്ക് ഉറപ്പിക്കാനാവില്ല. അവിടെ പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസും അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയും ഒക്കെ അടങ്ങുന്ന മുന്നണി വലിയ മുൻകൈ നേടും എന്നതാണ്. ബീഹാറിലേക്ക് പോയാൽ മിസ്റ്റർ നിതീഷ് കുമാറിനെ അവർ വിലക്കെടുത്തിട്ടുണ്ടെങ്കിലും നിതീഷ് കുമാർ ഇല്ലാത്ത RJDയും കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ചേരുന്ന സഖ്യം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ BJPക്കുള്ള സീറ്റുകൾ അവിടെ നിന്ന് നഷ്ടപ്പെടുത്തും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ 400 സീറ്റ് ഞങ്ങൾക്കുണ്ടാകും എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് സ്വേച്ഛാധിപത്യത്തിലേക്ക്, പ്രസിഡന്റ്ഷിപ്പിലേക്ക് ഈ രാജ്യത്തെ നയിക്കാനുള്ള ആസൂത്രിതമായ പദ്ധതിയുമായിട്ട് BJP നേതാക്കൾ നീങ്ങുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ നടത്താൻ പോകുന്നില്ല. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം രാജ്യത്തുണ്ടാകുമെന്ന അവസ്ഥ വളർന്നു വന്നിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് എല്ലാ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള ശിക്ഷാ നടപടികളിലേക്ക്, കള്ളക്കേസുകളിലേക്ക് അവരെത്തിയിരിക്കുന്നത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രശ്നം തന്നെ നോക്കിയാൽ നമുക്കറിയാമല്ലോ. അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിനെതിരായിട്ട് 2 വർഷക്കാലമായിട്ട് ED അന്വേഷിക്കുക. 100 കോടി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് കേസ്. പക്ഷെ ഒരു നയാ പൈസ, ഒരു ഉറുപ്പിക അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയതായിട്ട്, ഈ മദ്യനയ കേസുമായി അവിഹിതമായ അദ്ദേഹത്തിന്റെ കയ്യിലെത്തിയതായിട്ട് ഒരു തെളിവും ഉണ്ടാക്കാൻ EDക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു തെളിവുമില്ലാത്ത അവസ്ഥയിലാണ് അരവിന്ദോ ഫാർമസിയുടെ ഡയറക്ടർ ആയിരിക്കുന്ന P. ശരത് റെഡ്ഡിയെ ഉപയോഗിച്ച് ഒരു മാപ്പ് സാക്ഷിയാക്കി കള്ളമൊഴി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കള്ളമൊഴി കൊടുത്ത ശരത് റെഡ്ഡി ആരാണ്? ആ P. ശരത് റെഡ്ഡി എന്ന് പറയുന്ന ആള് BJPക്ക് ഇലക്ഷൻ ബോണ്ട് വഴി 34 കോടി രൂപ കൊടുത്ത ആളാണ്. അപ്പൊ അഭിലാഷേ, ഇതെന്താണ്? വെള്ളരിക്ക പട്ടണമാണോ? ഇത് ബനാന റിപ്പബ്ലിക് ആണോ? ലാറ്റിൻ അമേരിക്കയിലെ ബനാന റിപ്പബ്ലിക്ക് സമാനമായ അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയ എത്തിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസികൾ അതിന് ഉപയോഗിക്കുകയാണ്. തങ്ങൾക്കനഭിഹിതമായ എല്ലാ സംസ്ഥാന സർക്കാരുകളെയും രാഷ്ട്രീയ നേതാക്കളെയും വേട്ടയാടുക എന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് BJP ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇന്ന് ഡൽഹി ദർശിച്ചത്. അത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റത്തിന്റെ സൂചനയാണ്.